രാജ്യം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലമാണ് അമേഠി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ചർച്ചകളും സജീവമായിരുന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ രാഹുലിന്റെ എതിരാളി. വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമാണ് സ്മൃതി ഇറാനി പത്രിക സമർപ്പിച്ചത്. അതിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് സൈബർ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. താൻ ബിരുദം നേടിയിട്ടില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്മൃതി ഇറാനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 4.71 കോടി രൂപ ആസ്തിയുണ്ടെന്നാണ് പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. 1991 സെക്കൻഡറി വിദ്യാഭ്യാസവും 93 സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയെന്നാണ് വ്യക്തമാക്കുന്നത്. 94 ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ബിരുദ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ബികോം ബിരുദ കോഴ്സിന് ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കിയിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം UP അധ്യക്ഷ സോണിയാഗാന്ധി ഓഹരികളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് 2.4 കോടി രൂപയാണ്. ഉത്തർപ്രദേശിലെ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അവർ ഒപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. സോണിയയുടെ കൈവശം പണമായുള്ളത് 60,000 രൂപയാണ്. 16.59 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപമുണ്ട്. റിലയൻസ് ഹൈബ്രിഡ് ബോട്ട് ജി അടക്കമുള്ളവയിലാണ് സോണിയുടെ ഓഹരി നിക്ഷേപം. 28,533 രൂപ നികുതി രഹിത ബോണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 72.25 ലക്ഷം രൂപയുടേതാണ് പോസ്റ്റൽ സേവിങ്സ്, ഇൻഷുറൻസ് പോളിസികൾ, ദേശീയ സമ്പാദ്യ പദ്ധതി എന്നിവയിലെ നിക്ഷേപം. ന്യൂഡൽഹിയിലെ ദേരാമാണ്ടി ഗ്രാമത്തിൽ സോണിയയ്ക്ക് 7.29 കോടി രൂപ മൂല്യമുള്ള കൃഷിഭൂമിയുണ്ട്. ഇറ്റലിയിൽ 7.5 കോടി രൂപ മൂല്യമുള്ള പൈതൃക സ്വത്തിനുള്ള അവകാശവും സോണിയയ്ക്കുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിൽ നിന്ന് 5 ലക്ഷം രൂപ സോണിയ വായ്പയായി വാങ്ങിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 59.97 ലക്ഷം രൂപയുടെ ആഭരണങ്ങളും സോണിയാഗാന്ധിക്കുണ്ട്. 88 കിലോ വെള്ളിയും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും അമേഠിയിൽ സ്മൃതി ഇറാനി സത്യവാങ്മൂലം നൽകിയപ്പോൾ ബിരുദം നേടിയിട്ടില്ലെന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്യുന്നത്. കുറെ നാളുകൾക്ക് മുമ്പ് സ്മൃതി ഇറാനിയുടെ ബിരുദം സംബന്ധിച്ചുള്ള വാർത്തകൾ ഏറെ പ്രചാരണം നേടിയിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ സ്മൃതി ഇറാനി പറഞ്ഞിരുന്നത് താൻ ബിരുദം നേടി എന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സ്മൃതി ഇറാനി തന്നെ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, തനിക്ക് ബിരുദം നേടാൻ കഴിഞ്ഞിട്ടില്ല, താൻ ബിരുദ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ ബിരുദം നേടിയിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.